ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. പ്രപഞ്ച സൃഷ്ടിയുടെ നിമിത്ത കാരണം, ഉപാദാന കാരണം എന്നിവയെക്കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. കലം മെനയുന്ന കുലാലൻ നിമിത്ത കാരണം, കലമുണ്ടാക്കാൻ വേണ്ട മണ്ണ് ഉപാദാന കാരണം. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണവും ഉപാദാന കാരണവും ശ്രീ പരമേശ്വരൻ തന്നെയാണ് എന്നും പറഞ്ഞിരുന്നു. ആദ്യത്തെ ശിവതത്വഭാവത്തിൽ ഭഗവാൻ നിമിത്ത കാരണനും, രണ്ടാമത്തെ തത്വമായ ശക്തി തത്വത്തിൽ തന്നിൽ നിന്നും വേറിട്ടല്ലാതെ ശക്തിയുടെ ഭാവത്തിലാണ് ശ്രീ പരമേശ്വരൻ പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണനും ആവുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം. നിമിത്ത കാരണം ദേവോ യഥാ സൂര്യോ മണേഃ ക്രിയ ഉപാദാനം തുസാ ശക്തി സംക്ഷുബ്ധ സമവായതഃ. അതായത് ഒരു പളുങ്കുമണിയിലെ പ്രകാശത്തിൻ്റെ കാരണം സൂര്യനാണ് എന്ന പോലെ പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണം ശ്രീ പരമേശ്വരനാണ്. എന്നാൽ ആ ഭഗവാനോട് സമവായത്തിൽ എന്ന് വെച്ചാൽ സാമരസ്യത്തിലുള്ള ശക്തി സംക്ഷുബ്ധയാവുമ്പോൾ, ഉത്തേജിതയാവുമ്പോൾ പ്രപഞ്ചം ഉൽപ്പാദിക്കപ്പെടുന്നത് കൊണ്ട് ആ പരാശക്തി തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണവുമാവുന്നത് എന്ന് നേത്രതന്ത്രത്തിലെ ഒരു ശ്ലോകത്തിൽ ഈ വസ്തുത വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദർശനങ്ങളുടെയും മുഖ്യമായ വിഷയം പ്രപഞ്ച സൃഷ്ടി വിവരണം തന്നെയാണ്, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ്. ഭാരതീയ ദർശനങ്ങളായാലും പാശ്ചാത്യ സിദ്ധാന്തങ്ങളായാലും കാര്യം ആയ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഉദ്യമമാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. എല്ലാ ദർശനങ്ങളും ആരായുന്ന വിഷയം. ഇതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയാറില്ലേ? ഇഫക്റ്റ് ആണ് കാര്യം. ഈ പ്രപഞ്ചം അഥവാ പ്രാപഞ്ചിക ദശ എന്ന് പറയുന്നത് അതാണ് ഇഫക്റ്റ്. കോസ് ആണ് കാര്യം. അപ്പോൾ കാരണ ജിജ്ഞാസയ്ക്കാണ്, പ്രപഞ്ചകാരണം എന്താണ് എന്ന് അറിയാനാണ് ദർശനങ്ങൾ പരിഹാരം കാണുന്നത് എന്ന് പൊതുവായി പറയാം. തന്ത്രങ്ങളുടെയും സൈദ്ധാന്തിക വശം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രപഞ്ച സൃഷ്ടി തത്വം മനസ്സിലാക്കുന്നതിൽ കൂടി പ്രപഞ്ച ഉപശമത്തിനുള്ള വഴി തേടുക എന്നുള്ളത് തന്നെയാണ്. പ്രപഞ്ചോപശമം, പ്രപഞ്ച ഉപശമം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലെ ജനന, വാർദ്ധക്യ, രോഗമരണാദി ദുഃഖങ്ങളിൽ നിന്നുമുള്ള രക്ഷ. ഭാരതീയ ദർശനങ്ങളെല്ലാം തന്നെ ഇതേ വിഭാഗത്തിൽപ്പെട്ടവ തന്നെയാണ്. അത് നിങ്ങൾ അറിയുന്നതുമാണ്. ശ്രീവിദ്യാപരമായ ഈ ശ്രീ കാമകലാവിലാസം ഗ്രന്ഥത്തിലും ആ സൃഷ്ടിതത്വം തന്നെയാണ് വിശകലനം ചെയ്യപ്പെടുന്നത് എന്നതും നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. ശിവശക്തി തത്വങ്ങളുടെ വിവരണത്തിന് ശേഷം മഹാബിന്ദു അഥവാ ബൈന്ദവീ കല എന്നൊക്കെ പറയുന്ന കാമകലാ വിവരണം തുടങ്ങുകയാണ് അടുത്ത ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ. ഇതിൽ പരാശക്തി എന്ന പദം കൊണ്ട് വിശേഷമായി ഉദ്ദേശിച്ചിട്ടുള്ളത് ശബ്ദപ്രപഞ്ച സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്ന പരാവാക്കിൻ്റെ ആവിർഭാവമാണ് എന്നതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ശ്ലോകം നോക്കാം. മൂന്നാമത്തെ ശ്ലോകം. സ്ഫുട ശിവശക്തി സമാഗമ ബീജാങ്കുര രൂപിണീ പരാശക്തി അണുതര രൂപാനുത്തര വിമർശലിപിലക്ഷ്യ വിഗ്രഹാഭാതി. സന്ധി പിരിച്ച് ഈ ശ്ലോകത്തിലെ പദങ്ങൾ ഇങ്ങനെ പറയാം. സ്ഫുട ശിവശക്തി സമാഗമ ബീജ അങ്കുര രൂപിണീ പരാശക്തി അണുതര രൂപ അനുത്തര വിമർശ ലിപി ലക്ഷ്യ വിഗ്രഹ ഭാതി. പദങ്ങളുടെ അർത്ഥം ആദ്യം നോക്കാം. സ്ഫുട ശിവശക്തി സമാഗമ. സ്ഫുട സുവ്യക്തമായ ശിവശക്തി സമാഗമ, ശിവശക്തികളുടെ സാമരസ്യത്താൽ. എന്താണ് സ്ഫുടമായ വ്യക്തമായ സാമരസ്യം എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഉദ്ദേശം? പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ശിവശക്തികൾ വേറെ വേറെ തലങ്ങളിൽ നിന്നും ഒരു സ്ഥലത്ത് എത്തി ഒന്നിക്കല്ല, അവിനാഭാവ സംബന്ധത്തിലിരിക്കുന്ന ആ പരമ്പൊരുളിൻ്റെ ഭാവദ്വയം, ശിവതത്വം ശക്തിതത്വം എന്നീ ഭാവങ്ങൾ പ്രാപഞ്ചിക ദശയുടെ വീക്ഷണത്തിൽ തെളിയുമ്പോൾ, പ്രകടമാവുമ്പോൾ അതോടെ ആ സാമരസ്യ ഭാവവും തെളിയുന്നു, വ്യക്തമാവുന്നു എന്ന് സൂക്ഷ്മാർത്ഥം. അതായത് ശിവം ശക്തി എന്ന് രണ്ടുണ്ട് എന്നതുകൊണ്ടാണല്ലോ അവർ
രണ്ടുപേരും സാമരസ്യത്തിലാണെന്ന് പറയുന്നത്. പ്രാപഞ്ചികമായ തലത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് ശിവം ശക്തി എന്നുള്ള മിഥുനം സാമരസ്യത്തിലിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോഴാണ് സ്ഫുടമായിട്ടുള്ള സാമരസ്യത്തിൻ്റെ പ്രയോഗം പ്രസക്തമാകുന്നത് എന്ന അർത്ഥം. ഇവിടെ സ്ഫുട എന്നുള്ള പ്രയോഗത്തിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ പ്രപഞ്ചോത്പത്തിയുടെ ഘട്ടം സമാഗതമാവുമ്പോൾ, ശിവശക്തികളുടെ സാമരസ്യ ഭാവം സ്പഷ്ടമാവുമ്പോൾ, ബീജാങ്കുര രൂപിണി, ഇനി ഉണ്ടാവാനിരിക്കുന്ന ചര അചര പ്രപഞ്ചത്തിൻ്റെ ബീജത്തിൻ്റെ അങ്കുരം പോലെ വിത്തിന് മുളയായിട്ടുള്ളവളും, പിന്നെ അണുതര രൂപ, അതിസൂക്ഷ്മമായ രൂപത്തോടു കൂടിയവളും, അനുത്തര വിമർശ ലിപി ലക്ഷ്യ വിഗ്രഹ, ലിപികളുടെ അക്ഷരങ്ങളുടെ ലക്ഷ്യമായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയവളും. എങ്ങനത്തെ ലിപിയാണ്? അനുത്തര വിമർശ ലിപി. അതായത് അനുത്തര ലിപി, വിമർശ ലിപി എന്ന് രണ്ടു തരം ലിപികൾ. അനുത്തര ലിപി എന്ന് വെച്ചാൽ അതിന് മുമ്പായിട്ട് മറ്റൊന്നില്ലാത്ത അക്ഷരം, അതായത് ആദ്യ അക്ഷരം, അകാരം. അക്ഷരമാലയിലെ ആദ്യത്തെ അ എന്ന അക്ഷരം. വിമർശ ലിപി എന്ന് പറഞ്ഞാൽ ഹ എന്ന അക്ഷരം, ഹകാരം. അനുത്തര വിമർശ ലിപി ലക്ഷ്യ വിഗ്രഹ, ആ മുതൽ ഹ വരെയുള്ള മാതൃകാക്ഷരങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ള സ്വരൂപത്തോടു കൂടി ഇരിക്കുന്നവളും ആയ ലക്ഷ്യവിഗ്രഹ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ലക്ഷ്യം? അത് പിന്നെ നോക്കാം. പരാശക്തി ഭാതി, ആ പരാശക്തി സ്വയം പ്രകാശത്തോടെ വിളങ്ങുന്നു. അപ്പോൾ ഒരുമിച്ചുള്ള അർത്ഥം എങ്ങനെയാണ്? സ്ഫുടമായ ശിവശക്തി സാമരസ്യത്തിൽ കൂടി സൃഷ്ടിക്കാനിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അങ്കുരമായി സ്ഥിതി ചെയ്യുന്നവളും, അതിസൂക്ഷ്മമായ രൂപമുള്ളവളും, അകാരാദി ഹകാരാന്തമുള്ള അക്ഷരങ്ങളുടെ ലക്ഷ്യമായവളും ആയ ശ്രീ പരാശക്തി സ്വയം പ്രകാശ സ്വരൂപിണിയായി പരിലസിക്കുന്നു എന്നതാണ്. ചിത്ശക്തി വികാസത്തിൻ്റെ 4 വിശേഷണങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? സ്ഫുട ശിവശക്തി സമാഗമ ബീജ അങ്കുര രൂപിണി 1, പിന്നെ അണുതര രൂപ 2, അനുത്തര വിമർശ ലിപി ലക്ഷ്യ വിഗ്രഹ 3, പരാശക്തി 4. അപ്പോൾ ഇനി ഈ വിശേഷണങ്ങളിൽ കൂടി ഈ ശ്ലോകത്തിൻ്റെ വിശദമായ അർത്ഥം മനസ്സിലാക്കാം. കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് ചിദ് ശക്തി എന്ന പദപ്രയോഗത്തിൻ്റെ നിർവചനം ഒരുവിധം വിസ്തരിച്ച് പറഞ്ഞിരുന്നു. അതായത് പരാപാരമേശ്വരി അല്ലെങ്കിൽ പരാസംവിദ് എന്ന പാരമാർത്ഥിക തലത്തിൽ അനുത്തര ശിവത്തിൻ്റെ ഭാഗമായിരിക്കുന്ന അനുത്തര പരാശക്തി എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടിയുടെ ഘട്ടത്തിൽ ശക്തി തത്വമായി വികസിക്കുമ്പോൾ, പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണമാവുമ്പോൾ ചിദ് ശക്തി, സംവിദ് ശക്തി എന്നൊക്കെ അറിയപ്പെടുന്ന ഭാവമാറ്റം സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പരാസംവിദ്, സംവിദ് എന്നീ പേരുകൾ തമ്മിലുള്ള അന്തരം കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംവിദ് ശക്തിയാകുന്ന ആ ചിത് ശക്തിയുടെ അടുത്ത പടി ആയിട്ടുള്ള വികസനമാണ് ഇവിടെ പ്രസ്താവ്യ വിഷയം. ഭാവി ചരാചര ബീജം എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നത്. ഈ ശ്ലോകത്തിൽ ബീജം അങ്കുരമായി വിത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന മുളയായി മാറിയിരിക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ? ശിവശക്തി തത്വങ്ങൾ പ്രകടമാവുമ്പോൾ സുസ്പഷ്ടമാവുന്ന ശിവശക്തി സാമരസ്യ ഭാവത്തിൽ നിന്ന് തന്നെയാണ് ഈ അങ്കുരം പൊട്ടിപ്പുറപ്പെടുന്നത്. അതാണ് സ്ഫുട ശിവശക്തി സമാഗമ ബീജാങ്കുര രൂപിണി എന്ന് പറഞ്ഞിരിക്കുന്നത്. അഥവാ ശിവശക്തി സാമരസ്യത്തിൽ നിന്നും സ്ഫുടമായ ഉദ്ദേശത്തോടു കൂടി പ്രപഞ്ച സൃഷ്ടി നിർവഹണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി പൊട്ടിപ്പുറപ്പെടുന്ന അങ്കുരം എന്നും അർത്ഥം പറയാം. മാത്രല്ല, കഴിഞ്ഞ ശ്ലോകത്തിന്റെ വിവരണത്തിൽ കിഞ്ചിത് ഉച്ഛൂനാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ബീജാവസ്ഥയിലുള്ള ശക്തിയിലുണ്ടാവുന്ന അസ്വസ്ഥത, അങ്കുരമായി പൊട്ടി പുറത്തു വരാനുള്ള അതിസൂക്ഷ്മമായ വെമ്പൽ, അതാണ് ഉച്ഛൂനാവസ്ഥ. നിസ്തരംഗമായ ശിവചിത് പദത്തിൽ നിന്നും, ശിവത്തിൻ്റെ പരാസംവിത് ബോധത്തിൽ നിന്നും അചിത് പദ പരിഗ്രഹാത്ത്, അചിത് പദാർത്ഥമായ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി
വ്യോമനീശ്വരി തനുർ മഹോദയ. ശൂന്യാംബരമായ പാരമാർത്ഥിക തലത്തിൽ നിന്നും മഹത്തായി ഗംഭീരമായി ഉദിച്ചുയരുന്ന ശക്തിയെക്കുറിച്ചുള്ള ചിദ്ഗഗന ചന്ദ്രികാ ശ്ലോകവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയതാണ്. എന്നാൽ ബീജാവസ്ഥയിലെ ആ ഉച്ഛൂനത അങ്കുരാവസ്ഥയിൽ എത്തുമ്പോൾ സ്പന്ദനം ആവുകയാണ്. എന്താണത്? ഇവിടെ ശ്രദ്ധിക്കണം. മുളച്ച് പുറത്തേക്ക് കാണപ്പെടുന്ന അങ്കുരം എന്ന് പറഞ്ഞിട്ടുള്ളത് ദേശ, വസ്തു എന്നീ രണ്ടിനെയും സ്പന്ദനം എന്ന് പറയുന്ന ചലനം അഥവാ തുടിപ്പ് കാലത്തെയും ആണ് സൂചിപ്പിക്കുന്നത്. അതായത് പ്രപഞ്ചദശയിലെ സുപ്രധാന ഘടകങ്ങളായ ദേശകാലങ്ങളുടെ, സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ദേശകാലങ്ങളുടെ ആവിർഭാവത്തിൻ്റെ സൂചന കൂടി ഇവിടെയുണ്ട് എന്നത് ശ്രദ്ധിക്കാവുന്നതാണ്. അതായത് മുളയിൽ നിന്നും അങ്കുരമായി നീങ്ങുന്നത് സ്പേസ്, അതായത് ദേശവ്യവസ്ഥയുടെയും സ്പന്ദനം എന്ന് പറയുന്ന തുടിപ്പിൻ്റെ ക്രമം കാലവ്യവസ്ഥയുടെയും സൂക്ഷ്മമായ പ്രവേശനത്തെയാണ് കുറിക്കുന്നത്. കാലോ ദേശശ്ച ലോകേസ്മിൻ പരിച്ഛേദകര സ്മൃത തത്രാകാരമയോ ദേശ കാലസ്തു സ്യാത് ക്രിയാമയ എന്ന് ത്രിപുര രഹസ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് കാലവും ദേശവുമാണ് ലോകത്തെ പരിച്ഛേദനം ചെയ്യുന്ന, ക്ലിപ്തപ്പെടുത്തുന്ന ഘടകങ്ങൾ. വസ്തുക്കളുടെ സ്ഥാനം നിർണയിക്കുന്നത് അഥവാ അതിർത്തി നിർണയിക്കുന്നതാണ് ദേശം. അവയുടെ ചലനത്തെ അഥവാ ക്രമബദ്ധത നിർണയിക്കുന്നതാണ് കാലം എന്ന് അർത്ഥം. ശ്രീചക്ര മധ്യ ബിന്ദുസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ് ഇത്, അഥവാ ശ്രീചക്ര മധ്യ ബിന്ദു തന്നെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി മോഡേൺ സയൻസിന്റെ ഭാഷയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ബിന്ദുസ്ഥാനം, ശ്രീചക്രത്തിന്റെ മധ്യത്തിലുള്ള ബിന്ദു എന്ന് പറയുന്നത് ഡയമെൻഷണൽ പോർട്ടൽ അല്ലെങ്കിൽ ഒരു ഡയമെൻഷണൽ ഗേറ്റ്വേ എന്ന് പറയാവുന്ന പുതിയ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ കവാടം ആണ്. ഇന്റർഫേസ് അല്ലെങ്കിൽ ത്രഷോൾഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന രണ്ട് തരം യാഥാർത്ഥ്യങ്ങളുടെ സമ്പർക്കമുഖം അഥവാ സംഗമസ്ഥാനം. അപ്പോൾ എന്താണ് ഈ ബിന്ദുസ്ഥാനം പ്രതിനിധീകരിക്കുന്നത്? അത് ശൂന്യം കഴിഞ്ഞാലുള്ള അടുത്ത സ്ഥിതിയാണ്. ശൂന്യസ്ഥാനം എന്ന് പറയുന്ന പാരമാർത്ഥിക തലം കഴിഞ്ഞുള്ള, എന്നാൽ വ്യാവഹാരിക തലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥാനം, ഒരു സ്റ്റേജാണ്. അഥവാ സൃഷ്ടിയുടെ ആദ്യഘട്ടത്തിലുള്ള ദേശകാല വസ്തുഗണനയാണ് എന്ന് നിർണയിക്കാം. ഇതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് ആധുനിക വിജ്ഞാന ശാഖയിലെ പ്ലാങ്ക് ലെങ്ത് എന്ന ഒരു കോൺസെപ്റ്റ്, ഒരു പ്രമേയം. ഇത് പ്രകാരം ഏറ്റവും ചുരുങ്ങിയ ദൂരം എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റിന് ശേഷം, അതായത് 0.000 അങ്ങനെ 34 പൂജ്യം വിട്ട് 1 ഇട്ടുള്ള മീറ്റർ, 0.3501 മീറ്റർ. അതാണ് ഏറ്റവും കുറഞ്ഞ നീളം അല്ലെങ്കിൽ സ്പേസ്, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം. ഒരു അണുവിൻ്റെ കേന്ദ്രഭാഗത്തുള്ള അതിസൂക്ഷ്മമായ മൗലിക കണം, അതായത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിൻ്റെ വീതിയേക്കാൾ എത്രയോ ബില്യൺ ടൈംസ് ചെറുതാണ് ഈ പ്ലാങ്ക് നീളം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വസ്തു ഒന്ന് നീങ്ങുമ്പോൾ എടുക്കാവുന്ന ഏറ്റവും ചുരുങ്ങിയ ദൂരം, മിനിമം ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ പ്ലാങ്ക് ടൈം എന്നും ഒന്ന് പറയുന്നുണ്ട്. അതെന്താണ്? ലൈറ്റിൻ്റെ വേഗത്തിൽ ഈ ദൂരം, അതായത് ഈ പ്ലാങ്ക് ലെങ്ത് എന്ന് പറയുന്ന ഏറ്റവും മിനിമമായിട്ടുള്ള ദൂരം കടക്കാൻ ഒരു പ്രോട്ടോൺ, മൗലിക കണം എന്ന് പറയുന്ന പ്രോട്ടോൺ എടുക്കുന്ന സമയമാണ് പ്ലാങ്ക് ടൈം. 0.4301 സെക്കൻഡ്. 43 ആണോ 45 ആണോ എന്ന് നിശ്ചയില്ല. അതാണ് ഏറ്റവും കുറഞ്ഞ ചലനത്തിൻ്റെ കാലം, പ്ലാങ്ക് ടൈം എന്ന് പറയപ്പെടുന്ന കാലയളവ്. പ്രാപഞ്ചിക തലത്തിലുള്ള ദേശകാലങ്ങളുടെ ഫസ്റ്റ് മെഷർമെൻറ്റ്, ആദ്യത്തെ അളവ് ആണ് ഭൗതിക ശാസ്ത്രത്തിൽ ഇങ്ങനെ കണക്കാക്കിയിരിക്കുന്നതെന്ന് പറയാം. അങ്കുരരൂപിണിയായി ചിത്ശക്തി ബിന്ദുവിൽ പ്രവേശിക്കുന്നതിനെ ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്ന് സയൻറ്റിഫിക്കായി ഊഹിക്കാൻ വേണ്ടി മാത്രം ഈ പ്ലാങ്ക് യൂണിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു എന്നേയുള്ളൂ. ഇങ്ങനെയുള്ള അളവുകളും തിയറികളും ഒന്നും നമ്മുടെ പുരാതന തന്ത്രശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടില്ല എങ്കിലും പ്രാപഞ്ചിക ദശയുടെ ഘടന
ആരംഭിക്കുന്നത് ബിന്ദുവിൽ നിന്നാണ് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഘട്ടം ആണ് പ്രപഞ്ചദശയുടെ ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ദേശകാല വസ്തുക്കളുടെ ഉദ്ഭവം. അതുപോലെ തന്നെ പ്രാപഞ്ചദശയിലേക്കുള്ള എത്തിനോട്ടത്തിൽ തുടങ്ങുന്നതാണ് ത്രിപുടിയുടെ പ്രവേശനം. സബ്ജക്റ്റ് എന്ന് പറയുന്ന പ്രമാതാവും, നോളജ് എന്ന് പറയുന്ന പ്രമാണവും, പിന്നെ ഓബ്ജക്റ്റ് എന്ന് പറയുന്ന പ്രമേയവും. അതായത് അറിയുന്നവനും അറിവും അറിയപ്പെടുന്നതും. പ്രമേയം ആകുന്ന അറിയപ്പെടേണ്ട വസ്തുക്കളെ ഗ്രഹിക്കാനുള്ള അറിവിൻ്റെ വിധാനത്തിന്, വിന്യാസത്തിന് ആവശ്യമുള്ള ശബ്ദപ്രപഞ്ചത്തിൻ്റെ തുടക്കവും ഇതോടുകൂടി തന്നെ നടക്കുന്നു എന്നതും കൂടിയാണ് ഈ ശ്ലോകം പറയുന്നത്. അണുതര രൂപ എന്ന വിശേഷണമാണ് അടുത്തതായി ഇവിടെ പറയുന്നത്. സൂക്ഷ്മരൂപ വിമർശ ശക്തിയാണ് അത്. എന്താണ് വിമർശം എന്ന് പറയുന്നത്? ശിവശക്തി തത്വങ്ങളുടെ ആവിർഭാവത്തിന് മുമ്പേ തന്നെ പരശിവത്തിൻ്റെ അവിഭാജ്യ പരമാനന്ദാനുഭവമായ പരാസംവിദ് രൂപശക്തി അഥവാ അനുത്തര ശിവത്തിൻ്റെ മറ്റൊരു പേരാണ് അനുത്തര ശക്തി എന്നും പറയാം. ആ ആദ്യ ദശയിൽ വിമർശശക്തിയെ നിർവചിക്കാനാവാത്തത് കൊണ്ടാണ് അണുതര രൂപ, അതായത് അതിസൂക്ഷ്മ രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രീ പരമേശ്വരന്റെ മഹത്തരമായ ശക്തി സ്വരൂപമാണ് വിമർശം. അടുത്തത് അനുത്തര വിമർശ ലിപി ലക്ഷ്യ വിഗ്രഹ പരാശക്തി. ഈ രണ്ട് വിശേഷണങ്ങളും ഒരുമിച്ച് നോക്കാം. ഇവിടെ പരാശക്തി എന്ന നാമത്തിന് പശ്യന്തി മധ്യമ വൈഖരി എന്നീ വാക്കുകളുടെ ഘട്ടങ്ങളുടെ പ്രഥമ സ്രോതസ് ആയ പരാവാക്ക് സ്വരൂപിണിയായ ശക്തിയുടെ പ്രസരിപ്പും അർത്ഥമാക്കേണ്ടതാണ്. അപ്പോൾ ശബ്ദസൃഷ്ടിയാണ് ഇവിടെ സൂചന. എന്താണ് ശബ്ദസൃഷ്ടി? ചുരുക്കമായി അതൊന്ന് നോക്കാം. പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണം ശ്രീ പരമേശ്വരനും ഉപാദാന കാരണം ശ്രീ പരാശക്തിയുമാണ് എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? എന്ന് വെച്ചാൽ ലൗകികമായ ഈ എർത്ത്ലി ഡയമെൻഷനിലുള്ള നമ്മുടെ പരിമിത ജ്ഞാനം കൊണ്ട് ആ രീതിയിൽ പ്രപഞ്ചകാരണത്തെ നമ്മൾ വിലയിരുത്തുന്നു. അതാണ് അവഭാസം എന്ന് പറയുന്നത്. ഈ അവഭാസം, അതായത് പ്രപഞ്ചസ്വരൂപത്തിൽ ശിവശക്തികളുടെ പ്രതിഫലനം രണ്ട് രീതിയിലാണ്. വാച്യം എന്നും വാചകം എന്നും. വിശ്വസ്യ വാചകമാന ദ്വിവിധ അവഭാസ. എന്താണ് വാച്യം വാചകം എന്ന് പറഞ്ഞാൽ? ഇത് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വാചകം എന്ന് വെച്ചാൽ നമുക്കറിയാം, വാക്ക്, നാമം അല്ലെങ്കിൽ പേര്. വാച്യം എന്ന് വെച്ചാൽ ആ വാക്കുകൊണ്ട്, ആ പേര് കൊണ്ട് കുറിക്കപ്പെടുന്നത് എന്താണോ അത്. അതായത് വാചകം ചൂണ്ടിക്കാണിക്കുന്ന രൂപം, നാമരൂപം എന്ന് പറയുന്നതാണ് വാചകവും വാച്യവും. വാച്യമാണ്, വാക്കുകൊണ്ട് കുറിക്കപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം, അതായത് വാക്കിൻ്റെ അർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ട് അത് അർത്ഥപ്രപഞ്ചം, ഒബ്ജക്റ്റീവ് വേൾഡ്, രൂപങ്ങളായി കാണപ്പെടുന്ന പ്രപഞ്ചം എന്ന് അറിയപ്പെടുന്നു. വാചകം എന്ന് വെച്ചാൽ ഓരോന്നിനെയും അടയാളപ്പെടുത്തുന്നത്, അതായത് അർത്ഥപ്രപഞ്ചമാകുന്ന വസ്തുക്കൾ ഓരോന്നിനെയും വേർതിരിച്ച് അറിയാനുള്ളത്. വാക്കുകളില്ലെങ്കിൽ ഈ പ്രപഞ്ച രൂപങ്ങളെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നതുകൊണ്ട് വാച്യം പോലെ തന്നെ പ്രധാനമാണ് വാചകവും, അതായത് ഈ പ്രപഞ്ച വസ്തുക്കളുടെയൊക്കെ നാമങ്ങളും. അതുകൊണ്ട് ആഗമങ്ങളിൽ വാചകമാകുന്ന നാമങ്ങളെ ശബ്ദപ്രപഞ്ചം എന്ന പ്രത്യേക പേരിൽ വേർതിരിച്ചിരിക്കുകയാണ്. നാമരൂപ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ശബ്ദപ്രപഞ്ചവും അർത്ഥപ്രപഞ്ചവും എന്നിങ്ങനെ രണ്ടായിട്ടുള്ള ഈ വ്യാവഹാരിക തലം, ഈ എർത്ത്ലി റെൽം എന്ന് മനസ്സിലാക്കണം. വാചകം എന്ന് പറയുന്ന വാക്ക് ശക്തി സ്വരൂപമാണ്. മുഴുക്കെ പരാശക്തിയുടെ മാത്രമാണ് ഈ ശബ്ദപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. ശബ്ദപ്രപഞ്ചം എന്നതിലെ ശബ്ദം എന്ന പദം കുറിക്കുന്നത് വാചകം അഥവാ വാക്കിനെയാണ്. ഈ ശബ്ദം അഥവാ വാക്കിന് 4 അവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത്: പരാ, പശ്യന്തി, മധ്യമ, വൈഖരി. അർത്ഥപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി 36 തത്വങ്ങളായി വികസിക്കുന്നത് പോലെ ശബ്ദപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ഈ 4 അവസ്ഥകളിലുള്ള വാക്കുകളായിട്ടാണ് വികസിക്കുന്നത്.
അർത്ഥപ്രപഞ്ചത്തിന്റെ പൂർണ്ണ വികസനം ഏറ്റവും ഒടുവിൽ വരുന്ന പഞ്ചഭൂതാത്മക പ്രപഞ്ചം എന്ന് പറയുന്നത് പോലെ ശബ്ദപ്രപഞ്ചത്തിന്റെ പൂർണ്ണ വികസനത്തിന്റെ അഥവാ അവസാന ഘട്ടത്തിന്റെ പേരാണ് വൈഖരി അഥവാ വൈഖരി വാക്ക്. വാക്ക് പൂർണ്ണമായി വികസിച്ച വൈഖരിയിലാണ് വാക്കും ആ വാക്ക് കുറിക്കുന്ന അർത്ഥവും വേറിട്ടതാവുന്നത്. ഇതെന്താണ് എന്നത് നന്നായി മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആന എന്ന വാക്കിന് അത് കുറിക്കുന്ന മൃഗം പോലെ തന്നെ വേറിട്ട ഒരു നിലനിൽപ്പ് സിദ്ധിക്കുന്നു. എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും ആ മൃഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ ആ മൃഗത്തെ കൊണ്ടുവന്ന് നിർത്തി ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആന എന്ന വാക്ക് തന്നെ, ആ നാമം തന്നെ അത് കേൾക്കുന്ന ആളുടെ ബുദ്ധിയിൽ ആ മൃഗത്തെ കൊണ്ടുവന്ന് നിർത്തിക്കൊടുക്കുന്നു എന്നർത്ഥം. വൈഖരി വാക്കിൽ കൂടിയാണ് വ്യാവഹാരിക ജ്ഞാനം ഉണ്ടാവുന്നത്. വ്യാവഹാരിക ജ്ഞാനം എന്ന് വെച്ചാൽ ഈ പ്രാപഞ്ചിക ദശയുടെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി നിൽക്കുന്ന അറിവ്. ഈ അറിവിന്, അതായത് വൈഖരിയിൽ കൂടിയുള്ള വ്യാവഹാരിക ജ്ഞാനത്തിന്, ഈ ഭൗതിക തലത്തിൽ നമ്മളെല്ലാവരും ഈ ജീവിതമാകുന്ന വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാവഹാരിക ദശയിൽ, ഈ വേൾഡ്ലി ഡയമെൻഷനിൽ മാത്രമേ പ്രായോഗികതയുള്ളൂ, അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന സ്വീകാര്യതയുള്ളൂ, അല്ലെങ്കിൽ പ്രസക്തിയുള്ളൂ. അതിനെയാണ് അപരവിദ്യ അഥവാ അപരജ്ഞാനം എന്ന് പറയുന്നത്. തത്ര അപരാ ഋഗ്വേദോ യജുർവേദഃ സാമവേദോ അഥർവവേദഃ ശിക്ഷാകൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. നമ്മൾ ഇതിനു മുമ്പ് മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയ മുണ്ടകോപനിഷത്ത് മന്ത്രത്തിൽ പറയുന്ന വേദങ്ങൾ അടക്കമുള്ള സകല ശാസ്ത്രങ്ങളും ദർശനങ്ങളും അറിവുകളും ഉൾപ്പെടുന്നതായ അപരവിദ്യ വൈഖരി വാക്കിൽ കൂടി വികസിച്ചതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്ലാങ്ക് ലെങ്ത്, പ്ലാങ്ക് ടൈം ഒക്കെ മോഡേൺ ഫിസിക്സ്, ആധുനിക ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന അപരജ്ഞാനത്തിൽ ഉൾപ്പെട്ടതാണല്ലോ. എന്നാൽ ഇതിൻ്റെയൊക്കെ ഉറവിടം, അതായത് ഈ വ്യാവഹാരിക ജ്ഞാനത്തിന് വേണ്ട വൈവിധ്യമായി വികസിച്ചിരിക്കുന്ന വൈഖരി വാക്കുകളുടെയൊക്കെ പ്രഭവസ്ഥാനം പരാവാക്ക് ആണ്. ഇവിടെ പരാവാക്ക് എന്ന് പറയുമ്പോൾ അതൊരൊറ്റ വാക്കാണ് എന്ന് വിചാരിക്കരുത്. അത് സകല വിദ്യയുടെയും ആദ്യഭാവമായ ആത്മജ്ഞാന ജ്യോതിയാണ്. അതിൻ്റെ സ്ഥാനം പാരമാർത്ഥിക ദശയുമാണ്. പാരമാർത്ഥികം എന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു ദശയാണോ ഒരു ഡയമെൻഷനാണോ അറിയില്ല. അതൊരു പക്ഷേ ഒരു ഡയമെൻഷൻ അല്ല, ഒരു ഡയമെൻഷൻലെസ് സ്റ്റേറ്റ് ആണെന്നും വരാം. അപ്പോൾ അതിനെ ദശാതീതമായ അവസ്ഥ എന്നും പറയാം, അല്ലെങ്കിൽ ഊഹിക്കാം. ഇതൊക്കെ ഊഹിക്കാൻ മാത്രമല്ലേ നമ്മളെ കൊണ്ട് കഴിയും, അല്ലേ? സകല ജ്ഞാനങ്ങളുടെയും സ്ഥാനമാണ് ഈ പരാവാക്ക്. തന്ത്രങ്ങളിൽ പരാവാക്ക് എന്ന് പറയപ്പെടുന്ന ഇതുതന്നെയാണ് ശബ്ദബ്രഹ്മം എന്ന് പൂർവമീമാംസയിലും ഉപനിഷത്തുകളിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. മുണ്ടകോപനിഷത്തിൽ അങ്കിരസ് മഹർഷി ശൗനകന് ഇതിനെപ്പറ്റി ഉപദേശിച്ചു കൊടുക്കുന്നുമുണ്ട്. അങ്കിരസം വിധിവത് ഉപസന്നഃ പപ്രച്ഛ എന്ന് തുടങ്ങുന്ന ഉപനിഷത്ത് മന്ത്രങ്ങളിൽ കൂടി. ഇനി പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം. ഹൃദയാകാശത്തിൽ വിദ്യയുടെ പ്രഥമസ്ഫുരണമായ ആത്മജ്യോതിയിൽ നിന്നാണ് ഏതൊരു വാക്കിൻ്റെയും അർത്ഥം സ്ഫുരിക്കാൻ വേണ്ട പ്രകാശം കിട്ടുന്നത് എന്നും, ആ പ്രകാശത്തിൻ്റെ ഒരു ചെറിയ അംശമാണ്, അതിസൂക്ഷ്മമായ ഒരു അംശമാണ് വാക്കിൻ്റെ അർത്ഥമണ്ഡലത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നും ചിദ്ഗഗനചന്ദ്രികയിൽ ഒരു ശ്ലോകം ജ്യോതിരംബ ഹൃദി വിദ്യയേക്ഷിതം യൽ ലഘുപ്രസൃതമർത്ഥമണ്ഡലേ എന്ന് പറയുന്നു. ആ അതിസൂക്ഷ്മ പ്രകാശമാണ് പരാവാക്ക്. ആ പരാവാക്കിന് നാദം, ബിന്ദു, കല എന്ന അവ്യക്തമായ 3 സൂക്ഷ്മ ഘടകങ്ങൾ കൂടിയുണ്ട്. പരാവാക്കിൻ്റെ ജ്ഞാനാംശങ്ങളാണ് ഈ നാദബിന്ദു കലകൾ. അപരോക്ഷവൃത്തിയിൽ, അതായത് വിവേചിക്കാനാവാത്ത സ്ഥിതിയിലാണ് ഈ 3 ഉള്ളത്. എന്നാൽ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമണ്ഡലത്തിൽ പരാപ്രകാശം തട്ടി പ്രകടമാവുമ്പോൾ യൽ ലഘു പ്രസൃതമർത്ഥമണ്ഡലെ,
ആ ആത്മജ്യോതിയുടെ ചെറിയൊരു അംശം അതിൽ വീഴുമ്പോൾ പരാവാക്കിൻ്റെ ഒരു ഘടകമായ നാദം അർത്ഥവിവേചനത്തിനുള്ള ഇച്ഛയായി പശ്യന്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റൊരു ഘടകമായ ബിന്ദു ആ അർത്ഥം പ്രകടമാക്കാനുള്ള വിവേചന ശക്തിയായി മധ്യമ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ കല എന്ന മൂന്നാമത്തെ ഘടകം ആ അർത്ഥം പ്രകടമായി ഉച്ചരിക്കുന്ന, മനസ്സിൽ പൂർണ്ണമായും തെളിയുന്ന വിധത്തിൽ അർത്ഥം സ്പഷ്ടമായി പുറത്തു വരുന്ന വൈഖരി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ഒരു വാക്ക് ഉച്ചരിച്ച ഉടനെ അതിൻ്റെ അർത്ഥം സ്ഫുരിക്കുന്നതായ വൈഖരി സ്ഥിതിയുടെ മുൻപുള്ള അതിവേഗത്തിലുള്ള അതിസൂക്ഷ്മമായുള്ള ഒരു പ്രക്രിയയെയാണ് ഇത് കുറിക്കുന്നത്. പരാഭൂജന്മ പശ്യന്തീവല്ലി ഗുച്ഛ സമുദ്ഭവ മധ്യമാ സൗരഭ വൈഖര്യക്ഷമാല ജയത്യസൗ. പരാവാക്കാകുന്ന മണ്ണിൽ നിന്നും മുളച്ച് പശ്യന്തി എന്ന വള്ളിയിൽ മധ്യമ എന്ന സൗരഭം പടർത്തുന്ന വൈഖരി എന്ന പുഷ്പങ്ങൾ കോർത്ത് ഇണക്കിയതാണ് മാതൃകകൾ എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ മാല, അക്ഷരമാല എന്ന് ശ്രീ ശിവാനന്ദാചാര്യർ തൻ്റെ സുഭഗോദയ വാസന എന്ന ഗ്രന്ഥത്തിൽ മനോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ്. മറ്റൊരു രീതിയിൽ, കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. വാക്ക് പൂർണ്ണമായി വികസിച്ച വൈഖരിയിലാണ് വാക്കും ആ വാക്ക് കുറിക്കുന്ന അർത്ഥവും, അതായത് വാചകവും വാച്യവും വേറിട്ടതാവുന്നത് എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ആന എന്ന ആ ഒരു വാക്ക് കേൾക്കുന്നതോടുകൂടി തന്നെ ആ ഒരു പേരിന് നമ്മൾ മുൻപ് കണ്ടതായ ഒരു ആനയുടെ രൂപം തിരിച്ചറിഞ്ഞ് ആ രൂപം നമ്മുടെ ഉള്ളിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നത്. അതാണ് പേരും പേര് കുറിക്കുന്ന വസ്തുവും തമ്മിൽ, അതായത് വാചകവും വാച്യവും തമ്മിൽ വേറിട്ടതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പരാവാക്കിൻ്റെ അവസ്ഥയിൽ വാക്കിനും അതിൻ്റെ അർത്ഥമായ വാച്യത്തിനും ഭേദമില്ല. പാരമാർത്ഥിക തലത്തിൽ സകല ജ്ഞാനങ്ങളുടെയും അതിസൂക്ഷ്മവും അവ്യക്തവുമായ അഖണ്ഡ സമാഹാരമാണ്, അഥവാ അതിമഹത്തായ ഒരു സംഭരണിയാണ് ഈ പരാവാക്ക്. ജ്ഞാന സമഷ്ടിയാണ് പരാവാക്ക്. സമഷ്ടി എന്ന് പറഞ്ഞാൽ സകലതും ഒന്നിച്ചുള്ള ആകെ കൂടിയ എന്ന അർത്ഥം. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ വേറെയായ, പ്രത്യേകമായി ഒറ്റ തിരിഞ്ഞ് എന്നൊക്കെ അർത്ഥം. സമഷ്ടിയുടെ അംഗം അല്ലെങ്കിൽ അംശമാണ് വ്യഷ്ടി. അപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ സകല ജ്ഞാനങ്ങളുടെയും അഖണ്ഡമായ എന്നാൽ അതിസൂക്ഷ്മ അവസ്ഥയിലുള്ള സമാഹാരമാണ്, ജ്ഞാനത്തിൻ്റെ അശേഷമായ സമഷ്ടി രൂപമാണ് പരാവാക്ക്. പശ്യന്തി എന്ന രണ്ടാമത്തെ അവസ്ഥയിലും വാച്യവാചകങ്ങൾ തമ്മിൽ ഭേദമില്ലെങ്കിലും ആ സകല ജ്ഞാനങ്ങളുടെയും സമഷ്ടിയായിട്ടുള്ള സ്ഥാനം എന്നുള്ള അവസ്ഥയിൽ നിന്നും വിട്ട് വ്യഷ്ടിയായ, വ്യതിരിക്തമായ, വാച്യമായ പദാർത്ഥങ്ങളുടെ ജ്ഞാനാംശ രൂപങ്ങൾ ചെറുതായി കണ്ടു തുടങ്ങുകയാണ് ഈ ഘട്ടത്തിൽ. അതായത് ഒരു പ്രത്യേക വാക്ക് നിരവധി വാചകങ്ങളുടെ വലിയ ശേഖരത്തിൽ നിന്നും ഉയരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പശ്യന്തി എന്ന് വെച്ചാൽ കാണുക എന്നതാണ്. പാരമാർത്ഥിക തലത്തിൽ തന്നെയാണ് ഈ പശ്യന്തിയും. പശ്യന്തി വാക്ക് ഒന്നുകൂടി ഘനീഭവിക്കുമ്പോൾ മധ്യമ ആകുന്നു. ഇവിടെ വാച്യമായ വസ്തുവിൻ്റെ രൂപം കൂടുതൽ വ്യക്തമായി കഴിഞ്ഞു. എങ്കിലും വാച്യവാചകങ്ങൾ തമ്മിലുള്ള മുഴുവനുമായുള്ള വേർപിരിയൽ സംഭവിച്ചിട്ടില്ല. പാരമാർത്ഥിക ദശയുടെയും വ്യാവഹാരിക ദശയുടെയും അതിർത്തിയിൽ മധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് മധ്യമ എന്ന് ഈ ഘട്ടം അറിയപ്പെടുന്നത്. പൂർണ്ണമായി ദൃഢീഭവിച്ചതാണ് വൈഖരി. ഖരം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കഠിനമായത്, സാന്ദ്രമായത്. അതാണ് വൈഖരി. ഇവിടെ വാച്യവാചകങ്ങൾ തമ്മിൽ പൂർണ്ണമായും വിയോഗം അല്ലെങ്കിൽ വിഭജനം സംഭവിച്ചു കഴിഞ്ഞു. വ്യാവഹാരിക ജ്ഞാനത്തിൻ്റെ ഭാഗമായും മാറിക്കഴിഞ്ഞു. നാദം, ബിന്ദു, കല എന്നത് ശുദ്ധമായ ജ്ഞാനാംശങ്ങളാണ്. അതിൽ ക്രിയയുടെ അംശം ചേരുമ്പോഴാണ് പശ്യന്തി മുതലായ ബാഹ്യരൂപം സ്വീകരിക്കുന്നത്. പരായാഹ ബഹിഃപദേ പശ്യന്തി മധ്യമാ വൈഖരീരൂപേണ ത്രിവിധം അന്ധപദേ നാദബിന്ദുകലാത്മക വിമർശാംശക രൂപേണ ച.
അതായത് പശ്യന്തി മധ്യമ വൈഖരി എന്നത് പരാവാക്കിൻ്റെ പുറംഭാഗവും നാദം ബിന്ദു കല എന്നത് പരാവാക്കിൻ്റെ വിമർശാംശമായ ശക്തിയംശമായ ഉൾഭാഗവുമാണ്. അതായത് നാദബിന്ദു കലാദികൾ ജ്ഞാനവും പശ്യന്തി മധ്യമ വൈഖരി ക്രിയയുമാണ്. ഏതൊരു വാക്കിൻ്റെയും അർത്ഥപ്രക്രിയ സംഭവിക്കുന്നത് ഈ ജ്ഞാനക്രിയകളുടെ മേളനത്തിലാണ് എന്നതാണ് ശബ്ദപ്രപഞ്ച സൃഷ്ടിയുടെ തത്വം. അപ്പോൾ പാരമാർത്ഥിക ദശയിലുള്ള പരാവാക്ക് പശ്യന്തി മധ്യമ വൈഖരി എന്നിങ്ങനെ ശബ്ദപ്രപഞ്ച സൃഷ്ടിയായി വികസിച്ച് പ്രാപഞ്ചിക ദശയിലേക്ക് കടക്കുമ്പോൾ വസ്തുജ്ഞാനത്തിന് വേണ്ടി ഭാഷയും ഭാഷയുടെ അടിസ്ഥാനമായി അക്ഷരങ്ങളും മാതൃകാക്ഷരങ്ങളും രൂപം കൊള്ളുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമേയമാകുന്ന അറിയപ്പെടുന്ന വസ്തു ആണ്. ത്രിപുടി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓബ്ജക്റ്റ് നോളജിലെ ഓബ്ജക്റ്റ് ആണ് പ്രപഞ്ചം. പ്രമാതാവും പ്രമാണവും, അതായത് സബ്ജക്റ്റ് ആൻഡ് നോളജ് ചിത്ശക്തിയാണ് എന്ന് നേരത്തെ പറഞ്ഞു. അതായത് അറിയുന്നവന്റെ ബോധരൂപമാണ് ചിത്ശക്തി, സബ്ജക്റ്റിന്റെ കോൺഷ്യസ്നസ്. അപ്പോൾ അറിയപ്പെടേണ്ട ഓബ്ജക്റ്റ് ആണ് പ്രപഞ്ചം. ഓബ്ജക്റ്റീവ് വേൾഡ് എന്നല്ലേ പറയാറുള്ളത്. ഈ അറിയപ്പെടേണ്ട പ്രപഞ്ചത്തെ അറിയാനും ആ അറിവ് ബുദ്ധിയിൽ സൂക്ഷിക്കാനും വീണ്ടും പ്രപഞ്ച വസ്തുക്കളെ തിരിച്ചറിയാനും അനിവാര്യമായിട്ടുള്ളതാണ് അക്ഷരങ്ങൾ. സംസ്കൃതത്തിൻ്റെ അക്ഷരഘടന, തമിഴ് ഒഴിച്ച് പൊതുവെ ഭാരതത്തിൻ്റെ എല്ലാ ഭാഷകളിലും അക്ഷരഘടന ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഇനി ഈ അക്ഷരഘടനയെക്കുറിച്ച്, അതായത് ഈ വൈഖരി വാക്കിൻ്റെ ആധാരമായ മാതൃകാക്ഷരങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. മഹേശ്വര സൂത്രാണി എന്ന് പറയുന്ന ശിവസൂത്രങ്ങളിൽ 14 സ്വരാക്ഷരങ്ങളും 33 വ്യഞ്ജനാക്ഷരങ്ങളുമാണ് ദേവഭാഷയായ സംസ്കൃതത്തിൻ്റെ ലിപികളായി അക്ഷരങ്ങളായി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പാണിനീയ വ്യാകരണ വിധി അനുസരിച്ച് ആകെ 50 അക്ഷരങ്ങളാണ് സംസ്കൃതത്തിൽ. അതായത് സ്വരാക്ഷരങ്ങൾ 16, മലയാളത്തിൽ 18ആണ്. കാരണം എ ഒ എന്നുള്ള അക്ഷരങ്ങൾക്ക് മലയാളത്തിൽ ഹ്രസ്വം ദീർഘം രണ്ടും ഉണ്ട്. പക്ഷെ സംസ്കൃതത്തിൽ ഇല്ല. എ ഒ ഔ അം എന്ന് മാത്രമേ ഉള്ളൂ. സംസ്കൃതത്തിലെ എ ഒ രണ്ടും ദീർഘശബ്ദങ്ങളാണ്. അപ്പോൾ 16 സ്വരാക്ഷരങ്ങൾ. അതിൻ്റെ ആദ്യ അക്ഷരം അ തന്നെയാണ്, അകാരം. പിന്നെ 33 വ്യഞ്ജനാക്ഷരങ്ങളാണ്. കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ഇവ 5 വീതം, ആകെ 25 അക്ഷരങ്ങൾ. പിന്നെ അന്തസ്ഥം എന്ന് പറയുന്ന യ, ര, ല, വ എന്ന് 4 എണ്ണം. ഊഷ്മ എന്ന് പറയുന്ന ഷ, ഷ, സ 3 എണ്ണം. ഘോഷി എന്ന് പറയുന്ന അവസാനത്തെ അക്ഷരം ഹ. പക്ഷെ ദ്രാവിഡ മധ്യമം എന്ന് തമിഴ് ഭാഷയിൽ നിന്ന് കടം വാങ്ങിച്ച ഒരക്ഷരം ലകാരം കൂടി ചേർക്കുമ്പോൾ 50. കായും ഷായും ചേർന്ന ആ ഒരു കൂട്ടക്ഷരം ക്ഷ കൂടി ചേരുമ്പോൾ 51. അങ്ങനെയും അക്ഷരമാലയുടെ കണക്ക് പറയാറുണ്ട് 51 എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ തന്ത്രങ്ങളിൽ ഹകാരമാണ് അവസാനത്തെ അക്ഷരമായി എടുത്തിട്ടുള്ളത്. ദ്രാവിഡ മധ്യമം, കൂട്ടക്ഷരം ഇതൊന്നും കൂട്ടിയിട്ടില്ല. സങ്കേത പദ്ധതി എന്ന പേരുള്ള ഒരു തന്ത്രഗ്രന്ഥത്തിലെ ശ്ലോകമാണ് ഇത്. അകാരഃ സർവവർണാദ്യഃ പ്രകാശഃ പരമശിവഃ ഹകാരോ വന്ധ്യ കലാരൂപോ വിമർശാഖ്യ പ്രകീർത്തിതഃ അനയോഹോ സാമരസ്യം യത് പരസ്മിൻ മഹസി സ്ഫുടം. സർവ അക്ഷരങ്ങളുടെയും ആദ്യമായിരിക്കുന്ന അകാരം പ്രകാശരൂപനായ പരമശിവനാണ് എന്നും അവസാനത്തെ അക്ഷരമായ ഹകാരം വിമർശാംശമായ ശക്തിയാണ് എന്നും പ്രകീർത്തിക്കപ്പെടുന്നു. ഇവരുടെ സ്ഫുടമായ സാമരസ്യം മഹത്തായ ജഗത് സൃഷ്ടിക്ക് കാരണമാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അകാരാദി വിസർഗാന്തമുള്ള സ്വരങ്ങൾ ശിവസ്വരൂപങ്ങളാണ്. അവ ബീജങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, ഋ, ള, ള, എ, ഐ, ഒ, ഔ, അം, അഹ് എന്നീ 16 സ്വരങ്ങളും ശിവസ്വരൂപ ബീജങ്ങളാണ്. കകാരാദി ഹകാരാന്തമുള്ള വ്യഞ്ജനങ്ങൾ ശക്തിസ്വരൂപങ്ങളുമാണ്. അവയ്ക്ക് യോനികൾ എന്നാണ് പേര്. ബീജങ്ങൾ സ്വരങ്ങളും യോനികൾ വ്യഞ്ജനങ്ങളും. ഈ ബീജയോനികളുടെ പരസ്പരമായുള്ള ചേർച്ചയിൽ കൂടി, സ്വരങ്ങളുടെയും വ്യഞ്ജനാക്ഷരങ്ങളുടെയും ചേർച്ചയിൽ കൂടി വവൽസ് ആൻഡ് കൺസണൻസ് എന്ന് പറയുന്ന സ്വരവ്യഞ്ജനങ്ങൾ പരസ്പരം ചേരുന്നത് കൊണ്ട്
മാതൃകാക്ഷരങ്ങളും അക്ഷരങ്ങളുടെ യോജിപ്പ് കൊണ്ട് അർത്ഥമുള്ള വാക്കുകളും വാക്യങ്ങളും ഉണ്ടാകുന്നു. ആ അർത്ഥമാണ് പ്രപഞ്ചവസ്തുക്കളാകുന്ന പ്രമേയത്തെ, ഓബ്ജക്ട്സ് എന്ന് പറയുന്ന പ്രപഞ്ച പദാർത്ഥങ്ങളെ തിരിച്ചറിയാനും ബുദ്ധിയിലെ ജ്ഞാനമായി ശേഖരിച്ച് സൂക്ഷിച്ചു വയ്ക്കാനും ഉതകുന്നത്. അതായത് അക്ഷരങ്ങളില്ലെങ്കിൽ ത്രിപുടിയില്ല, ലോകത്തിൽ ജ്ഞാനം എന്ന് പറയുന്നതുമില്ല, അത് പകർന്നു തരാനുള്ള ശാസ്ത്രങ്ങളും ഉപദേശങ്ങളും ആചാര്യോക്തികളും ഇല്ല, അല്ലേ? അക്ഷരങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ളവയാണ് എന്ന് വെച്ചാൽ അക്ഷരങ്ങളാൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നവയാണ് അഥവാ തിരിച്ചറിയപ്പെടുന്നവയാണ് പ്രപഞ്ച വസ്തുക്കൾ എന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ അനുത്തര വിമർശ ലിപി ലക്ഷ്യ വിഗ്രഹ എന്ന് പറഞ്ഞിരിക്കുന്നത്, ലക്ഷ്യമായിട്ടുള്ള പ്രപഞ്ചത്തെ സൂചിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. നാമരൂപ പ്രപഞ്ചം എന്നല്ല പറയുക, പ്രപഞ്ചരൂപങ്ങൾക്ക് നാമങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അക്ഷരങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം സിദ്ധിച്ചിരിക്കുന്നത്. ബീജയോനിവിധി ഭേദഭേദിത മാതൃകാസുകൃത മാതൃലക്ഷണ ശക്തിരംബ ഭവതി ക്രിയാമയി ത്വത്തനുർജയതി പാരമേശ്വരി എന്ന് ചിദ്ഗഗന ചന്ദ്രികയിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ബീജങ്ങളാകുന്ന സ്വരാക്ഷരങ്ങളിലും അവയിൽ നിന്നും ഭേദങ്ങളായിരിക്കുന്ന യോനികളിലും യോനികളായ വ്യഞ്ജനാക്ഷരങ്ങളിലും അന്തർലീനമായിരിക്കുന്നു മാതൃകാക്ഷരങ്ങൾ. സുകൃത മാതൃലക്ഷണ എന്ന് വെച്ചാൽ സുകൃതികളായ അമ്മമാർക്ക് സമാനകളായി നാമരൂപ പ്രപഞ്ചത്തെ ജനിപ്പിക്കുന്നു എന്ന് സാരം. അതുകൊണ്ടാണ് അക്ഷരങ്ങൾക്ക് മാതൃക എന്ന് പേരും കൊടുത്തിരിക്കുന്നത്. മാതൃക എന്ന് വെച്ചാൽ ബഹുവചനത്തിൽ അമ്മമാർ എന്ന അർത്ഥം. നാമങ്ങളില്ലാത്ത, വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കാത്ത അക്ഷരങ്ങളും ഭാഷകളും ഒന്നും ഇല്ലെങ്കിൽ മനുഷ്യർ മൃഗതുല്യരായിരിക്കും, അല്ലേ? ജ്ഞാനവും ജ്ഞാനത്തിൽ കൂടി പ്രതിഭയും ഒന്നും ഉണ്ടായിരിക്കില്ല. പരാവാക്ക്, പശ്യന്തി മധ്യമാ വൈഖരി എന്നൊക്കെ വികസിച്ചാൽ മാത്രമേ അർത്ഥമണ്ഡലത്തിൽ പ്രപഞ്ചം സ്ഫുരിക്കുള്ളൂ. ശക്തിരംബ ഭവതി ക്രിയാമയി, ഈ ശബ്ദശക്തി പ്രപഞ്ചത്തിൻ്റെ ക്രിയകൾക്ക് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ വ്യവഹാരത്തിന് അനിവാര്യമായ ക്രിയാശക്തിയായി ഭവിക്കുന്നു എന്ന് അർത്ഥം. പ്രപഞ്ചത്തിൻ്റെ അർത്ഥമണ്ഡലം പ്രകാശിതമാവുന്നത് അക്ഷരങ്ങളിൽ കൂടിയാണ് എന്ന വസ്തുത തന്നെയാണ് മറ്റൊരു ചിദ്ഗഗന ചന്ദ്രികാ ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ജാഡ്യമംബ ജഗതോ നിസർഗതോ യത് പരാ പ്രഭൃതി ഭാതി ഭേദതഃ ത്വം തു ജാഡ്യ പരിബന്ധിനി സ്മൃത യാ വിഭാസി സഹൃദർത്ഥമണ്ഡലേ. മനോഹരമായ ഒരു ശ്ലോകമാണ് ഇത്. നേരത്തെ പറഞ്ഞ പോലെ ചിദ്ഗഗന ചന്ദ്രികയിലെ എല്ലാ ശ്ലോകങ്ങളും വളരെ അർത്ഥവത്തായിട്ടുള്ള ശ്ലോകങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു ജഡവസ്തുവെ പോലെ ജാഡ്യം, ജഡത്വം മാത്രമായ ഈ പ്രപഞ്ചത്തിൽ യത് പരാ പ്രഭൃതി ഭാതി ഭേദതഃ, പരാ മുതലായ 4 ഭേദങ്ങളോടുകൂടി പരാവാക്ക്, പശ്യന്തി, മധ്യമാ, വൈഖരി എന്നിങ്ങനെ വികാസം പ്രാപിച്ച് അർത്ഥമണ്ഡലത്തെ പ്രകാശിപ്പിക്കുമ്പോഴാണ് ഈ ജഗത്തിൻ്റെ ജാഡ്യം തീരുന്നത്. ഇപ്രകാരം ജാഡ്യ പരിബന്ധിനിയായ, ജാഡ്യത്തെ ഭേദിക്കുന്നവളായ ചിത് ശക്തിയായ നിന്തിരുവടിയുടെ കാരണത്താൽ ആണ് ജഗത്തിൽ ചൈതന്യം നിറയുന്നത്, പ്രപഞ്ചം വ്യാവഹാരികം ആവുന്നത്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി നിർവഹണം. ഇംഗ്ലീഷിൽ ട്രാൻസാക്ഷണൽ എന്ന് പറയുന്നത്. ഇനർട്ടിൻ്റെ ഓപ്പോസിറ്റാണ് ട്രാൻസാക്ഷണൽ. ജാഡ്യത്തിൻ്റെ നേരെ എതിരാണ് വ്യവഹാരം, അല്ലേ? അപ്പോൾ ശ്രീ കാമകലാവിലാസത്തിലെ ഈ 3-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അർത്ഥം നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ സംഗ്രഹിക്കാം. അങ്കുരരൂപിണിയായി ഉയരുന്ന ചിത്ശക്തി പ്രപഞ്ചത്തിൽ ദേശകാല വ്യവസ്ഥകളെ സ്ഥാപിക്കുകയും പരാവാക്ക് സ്വരൂപിണിയായി അതുപോലെ തന്നെ അകാരാദി ഹകാരാന്തമുള്ള അക്ഷരങ്ങളെ ഉണ്ടാക്കി അവയുടെ ലക്ഷ്യമായ പ്രപഞ്ചത്തെ അർത്ഥവത്താക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ ശ്ലോകത്തിൽ ശിവതത്വം വിശദീകരിച്ചു. 2-ാമത്തെ ശ്ലോകത്തിൽ ശക്തിതത്വം വ്യക്തമാക്കി. ബീജരൂപത്തിലുള്ള ആ ശക്തി എങ്ങനെയാണ് ചിദ് ശക്തിയായി പ്രപഞ്ച നിർമ്മാണത്തിൻ്റെ ഭാഗമായി ശബ്ദശക്തിയായി അങ്കുരിച്ചത് എന്ന് ഈ 3-ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചു.
ശബ്ദപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ദ്യോതിപ്പിച്ചതിന് ശേഷം അടുത്ത 4-ാമത്തെ ശ്ലോകത്തിൽ അർത്ഥപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ ദ്യോതിപ്പിക്കുകയാണ്. അത് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.